പുട്ടിന് വേണ്ടിയിട്ട് കുഴക്കുകയാണ് കേട്ടോ. പച്ചരിയും പുഴുങ്ങലരിയും ഇവിടെ ആയതും കൊണ്ടേ വെള്ളം ഒന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും എനിക്ക്. അതാണ്ടോ കുഴച്ചായിട്ടുണ്ട്. ഇനി ഉതിർപ്പുട്ട് വേണമെങ്കിൽ ഉതിർപ്പുട്ട് ഉണ്ടാക്കാം എളുപ്പപ്പണിക്ക്. ഇപ്പം കുറ്റിപ്പുട്ടാണ് വേണമെന്ന് പറഞ്ഞത്. എന്നാൽ കുറ്റിപ്പുട്ടിന് കുതിരപ്പുട്ട് ഉണ്ടാക്കണ്ട അറിയാം. കുതിരപ്പുട്ടോ? കുറ്റിപ്പുട്ട് ഉണ്ടാക്കിയത് എന്താ ഏട്ടാ അങ്ങനെയൊക്കെ പറയണത്? കുതിരപ്പുട്ടും കുതിരപ്പുട്ട് മതി ഉണ്ടാക്കാം. തേങ്ങ ചോറിന് അരി അടുപ്പത്തിട്ട് വേഗം എന്താ വെച്ചാൽ അതാവുമ്പോഴേക്കും ഇനി ചോറും ഇതൊക്കെ ആകുമ്പോഴേക്കും ചോറും ആവുമല്ലോ, അത് വിചാരിച്ചിട്ട്. നാടൻ കോഴി കുതിരപ്പുട്ട് നേട്ടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഉതിർപ്പുട്ടും അടിപൊളി കോമ്പിനേഷനാണ്. സോപ്പ് പൊട്ടിക്കാണ്. അപ്പൊ ആ കവറ് കളഞ്ഞിട്ടൊന്നും മടക്കി വെച്ചിട്ടില്ല. കലാപരമായിട്ട് പൊട്ടിക്കാൻ നിൽക്കണം. ഇവളുടെ കയ്യിൽ ഈ സോപ്പില്ലേ ഒരു ദിവസം കൊണ്ട് കഴിയും. വെള്ളാണ്ടാവും പകുതി ആ എല്ലാവരും അങ്ങനെ ചെയ്യണ്ടാവില്ല കേട്ടോ. നമ്മളൊക്കെ മുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പം എന്താ സോപ്പ് ഉപയോഗിക്കാറ് അല്ലേ. പാത്രം കഴുകണ സോപ്പ് അങ്ങനെ മുറിച്ചിട്ട് പിന്നെ പറ്റുള്ളൂ. എന്താണെന്നറിയാം, മക്കളും ചിലപ്പോൾ പാത്രം കഴുകും. അപ്പം മുക്കാ ഭാഗം ഭാഗത്തോളം വെള്ളാക്കി വെച്ചിട്ടുണ്ടാവും. അതില് മണ്ണിൽ കളിക്കേ മണ്ണില പാറപ്പൊടിഞ്ഞൊക്കെ തന്നെ വിട്ടോ. അതിന്റെ ചക്കരൊക്കെ പോയാലും ശരി, അതുകൊണ്ട പരിപാടി കിട്ടും അടിയിലേട്ടാ. അവിടെ ഉള്ളൂ. നമ്മുടെ മൺപാത്രത്തിലേ ചോറ് വെച്ചിട്ടേ കുറേ ദിവസമായി. ഇനി മൺപാത്രത്തിൽ ചോറ് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൽ വെള്ളം വെക്കണം. അതിലെന്താ വെക്കാനും ബുദ്ധിമുട്ടെന്നറിയോ? എന്തെങ്കിലും എടുത്ത് വെക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ തന്നെയാണ് മടി പിടിച്ചിട്ട് പിന്നെയും അലുമിനിയത്തേക്കാക്കി. ഏട്ടൻ കാണുമ്പോൾ ചീത്ത അറിയും. ഒരു ദിവസമെങ്കിലും പറയില്ല 100-600 ഉറുപ്പ്യ കൊടുത്തിട്ട് ആ ഒരു പാത്രം വാങ്ങിയിട്ട് അത് ആ മുക്കിലിട്ടേക്കണോ അറിയും. ആ മൺകലേ മൺചട്ടി നല്ലത് വിചാരിച്ചിട്ട് ഓരോ കാര്യം ചെയ്യും. ഞാൻ വാങ്ങിക്കൊണ്ടെന്ന് അടി ചിന്നിട്ടൊന്നുമില്ല. ഇതാ കടലുണ്ട്. കടലതാണ്ടോ, കടല, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഒരു ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കേട്ടോ. ഒന്ന് കഴുകിയിട്ട് വരട്ടെ. ഇപ്പം ആവൂടാ. ഇതാ നമ്മൾ തേങ്ങ വറുത്തു. അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പെരുംജീരകം ഇട്ടിട്ട് ഇതാ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ തേങ്ങ വറുക്കുമ്പോഴേ അധികം എണ്ണ ഒഴിക്കാറില്ല കേട്ടോ. സാമ്പാറൊക്കെ വെക്കില്ലേ, അപ്പോഴൊക്കെ നമ്മൾ കായ ഉലുവയൊക്കെ വറക്കുമ്പോൾ അങ്ങനെ വെക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ എന്തെങ്കിലും നമ്മൾ വറുത്ത് വെക്കുക വെച്ചാൽ തേങ്ങ വറക്കുമ്പോൾ എണ്ണ ഒഴിക്കാണ്ട് വറക്കും. എണ്ണ ഒഴിക്കാണ്ട് വറുത്ത് കഴിഞ്ഞ് വെച്ചാൽ അടി പിടിക്കുമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ഇളക്കിയും കൊണ്ടേ ഇരിക്കില്ലേ, അപ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കടലിൽ നിന്ന് വേവട്ടെ. ഈ തേങ്ങയ്ക്ക് ചകിരി കമ്മിയാണ് കണ്ടോ. കുഞ്ഞുണ്ണി ഇരിക്കണോക്ക്. എന്തിനാടാ രാവിലത്തെ വെയിൽ കൊള്ളണത് മുത്തേ? ഡോ ഇപ്പോൾ ഇതന്നെയാണ് കേട്ടോ ചോദ്യം അവൻ. പിന്നെ ഇപ്പോൾ ഇതേ ഇവിടെ ഉള്ളതൊക്കെ അങ്ങോട്ട് എടുത്ത് വെയിലാക്കി. ഞാൻ ചാണകം എടുക്കാൻ പോകണം വിചാരിച്ചിട്ട് പോയിട്ടില്ല. ഇനി കുളിക്കണതിൻ്റെ മുമ്പ് പോയിട്ട് ചാണകം എടുത്തിട്ട് വരണം കേട്ടോ. രാവിലത്തെ ഓരോരുത്തർ കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ രാവിലെ നടക്കില്ല. സുകന്യ പൊന്നൂസിനെ ഉറക്കാനാ പറഞ്ഞിട്ട് സുകന്യ അവിടെ കയറിയിട്ടുണ്ട്. തുടച്ചിട്ടില്ല കേട്ടോ, ഇനി തുടയ്ക്കണം. രാവിലെ അടിക്കലും മിറ്റടിയും ഉള്ളടിയും കഴിഞ്ഞ് പിന്നെ കുറച്ച് ചായ കുടിച്ച് അങ്ങനെ ഇരുന്നു. എന്നിട്ടാണ് പിന്നെ പുട്ടുണ്ടാക്കാനും. ചോറ് വേവാറായി. ഇത് തേങ്ങ നോക്കുമ്പോൾ തേങ്ങ തികയില്ല. തേങ്ങ ചിരവി വെച്ചാൽ വേഗം കറി ആയി കഴിഞ്ഞാൽ പുട്ടും ഉണ്ടാക്കിയാൽ കഴിക്കാമല്ലോ. മക്കളുടെ കുളി കഴിഞ്ഞ് വരികയും ചെയ്യും. തേങ്ങയുടെ ഷേപ്പ് നോക്കിയൊക്കെ ഗണപതി നാണികൾ പറഞ്ഞിട്ട് അല്ലേ. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ കേട്ടോ. ഇവിടെ ഇടയ്ക്കെടുത്തേ. ഇപ്പോൾ വെയിലിൻ്റെ ചൂട് പറഞ്ഞിട്ട് വേഗം ഉണങ്ങി കിട്ടും. ചകിരി ഉള്ളതും കൊണ്ടേ ഒരു പട്ടത്തണ്ടും ഒരു ചകിരി ഇട്ട് വെച്ചാൽ മതി.
ആഹാ തേങ്ങ പൊട്ടിയത് രൂപമില്ലാണ്ട് പൊട്ടി. ചേ കണ്ടോ, ഇതെങ്ങനെ ഞാൻ ചിരവിയെടുക്കുക. ഇവിടെ പൊട്ടി. ഇവിടുന്ന് മടാളെടുത്ത് വയ്ക്കണം, ഇല്ലെങ്കിൽ ഇവിടെ പൊന്നു വരുന്നത് കാണുന്നല്ല. എന്ത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കോ? ഞാൻ +1 +2 പോകുമ്പോഴേക്ക് വീട്ടിലിരുന്നാൽ മതിയേ തോന്നിയിട്ടുണ്ട്. ഈ എന്താ ഇപ്പം പറയുന്നത്? ഇപ്പോഴത്തെ മക്കൾക്ക് സുഖമാണ് കേട്ടോ. എന്താ വെച്ചാൽ എല്ലാ സൗകര്യവും ഇല്ലേ. നമുക്ക് അങ്ങനെയൊന്നല്ല, നടന്നിട്ട് എത്ര ദൂരം നടക്കണം എന്നറിയോ. ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ബസ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു ബസ് കഴിയുമ്പോഴേക്കും വേറൊരു ബസ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട് ഇല്ലേ. ഇപ്പം ബസ് പോയോ? ഓർമ്മയില്ല ബസ് പോയോ എന്നുള്ളത്. നമ്മുടെ കടലക്കറി ആയിട്ടോ. കടലക്കറി കടുക് താളിച്ചിട്ടേ വന്നിട്ടേ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവര് കുഞ്ഞനും കുഞ്ഞുണ്ണിയും കഴിച്ചിട്ടോ. അതാണ്ടോ ചാറിന് വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ നമുക്ക് കഴിക്കട്ടെ, വൈകുന്നേരം വരെ ഉള്ളതല്ലേ. അപ്പോൾ ഇത് മാത്രം പോരല്ലോ, കഴിക്കട്ടെ. ഇതിലൊഴിക്കട്ടെ, കറി ഒഴിക്കട്ടെ. ഒരു കഷ്ണമല്ല, 2 കഷ്ണം. എന്താ കണ്ടോ? കഴിച്ചോളി. പുറത്ത് മക്കളുടെ കൂടെ ഇരിക്കണേ. സുകന്യേ വാ കഴിക്ക. ഒക്കെ ഇതിന് ജലദോഷം പിടിച്ചു രാവിലത്തെ മഞ്ഞ് കാരണം. എന്താ നമ്മളെ ഇന്നലെ സാമ്പാർ വെച്ചത് സാമ്പാറുണ്ട് കുറച്ചിരിക്കുന്നു. കടലക്കറി വെച്ചത് കടലക്കറി കുറച്ചേ ഉള്ളൂട്ടോ ഇരിക്കുന്നത്, തോന്നില്ല. ഈ മത്തൻ പച്ചമുളക് കീറിയിട്ടിട്ട് ഒന്ന് ഓലം വെക്കില്ലേ അതുപോലെ വെക്കാവട്ടെ. നോക്കിക്കേ അവൻ അത് കഴിക്കുന്നത് കണ്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് അവർ ഇവിടുന്ന് താമസം മാറിയതാണ് കേട്ടോ. നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ കാണിച്ചതാണല്ലേ ഏട്ടാ. അപ്പോൾ ആരതി വന്ന് അവരുടെ പഴയ വീടും തറവാടിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പോയി. അപ്പോൾ കുറച്ച് സമയം ഉണ്ടായി. പിന്നെ ഇന്ന് അത് മാത്രമല്ല, നേരത്തെ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് 2-2.5 മണിക്കൂർ അങ്ങനെ പോയി. 2.5 മണിക്കൂറോളം അങ്ങനെ പോയിട്ടോ. അപ്പോൾ പിന്നെ ഇത് വേഗം ഉണ്ടാക്കുക, ചൂടോടെ കഴിക്കാൻ നല്ലതല്ലേ. ചൂടാറി അത്ര രസം ഉണ്ടാവില്ല കേട്ടോ. പച്ചമുളക് കീറി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കട്ടെ. കണ്ടോ എൻ്റെ അടുപ്പിലെ കനലടക്കം കിട്ടുപോയി. അപ്പോൾ ഇനി ഗ്യാസിലാണ് കേട്ടോ ഉണ്ടാക്കണത്. വരാറായി 12:30 വാങ്ക് കൊടുത്തു അല്ലേ. വാങ്ക് കൊടുത്തു. അപ്പം സമയം പോയി. 1 മണിയൊക്കെ കഴിയുമ്പോഴേക്കും അവർ കഴിക്കാൻ പറ്റില്ല. ഇതും വഴുതനങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങ പെട്ടെന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റില്ല. വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കട്ടെ. എൻ്റെ തലയത്തെ കെട്ടുണ്ടിട്ട് ആരും അന്തം വിടുന്ന കേട്ടോ. ഉള്ള തോർത്തും കൊണ്ട് മൊത്തം മക്കൾ സ്കൂളില്ലാതിരിക്കുന്ന സമയത്തില്ല, അവർക്ക് ഏറ്റവും ആവശ്യം വലിയ തോർത്തുകൊണ്ടാണ്. ഒന്ന് കുളിക്കുക, ഓരോരുത്തർ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിയിടുക. അപ്പോൾ എടുത്തിട്ട് വന്നതാണ്. അനിയേട്ടൻ്റെ കുറേ നേരം എൻ്റെ തലക്കെട്ടിക്ക് നോക്കണം. അതങ്ങനെയാണത് പറഞ്ഞത്. പെട്ടെന്നാവണ ഉപ്പേരിയാണ് കേട്ടോ വഴുതനങ്ങ. കുറച്ച് ഞാൻ നല്ല നുറുക്കി വെച്ചത് അവിടെ ഉണ്ട് അപ്പുറത്ത്. അതുകൊണ്ട് കുറച്ച് ഞാൻ കൂട്ടും. ഇന്നലെ അനിയനൊക്കെ കൂട്ടിയിരുന്നു ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ. ഇന്നലെ നല്ല രസമുണ്ടായിരുന്നല്ലേ. ഇന്നലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പേരി ഉണ്ടാക്കിയതേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടായത് അവർ കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഇഷ്ടമല്ല. ഇത് വറുത്താലും എനിക്കിഷ്ടമാണ് കേട്ടോ. ഉപ്പേരി വെച്ചാലും ഇഷ്ടമാണ്. എനിക്ക് എന്താ കറി വേണമെന്നൊന്നുമില്ല. ഉപ്പേരി കുറച്ച് എരിവൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ സാമ്പാർ വയ്ക്കും. ഇതും കൊണ്ട് സാമ്പാറിൻ്റെ ഉള്ളിൽ ചമ്മന്തി അരയ്ക്കും. സാമ്പാറിലിടുകയാണെങ്കിൽ പിന്നെ അതെടുത്ത് മാറ്റുകയും ചെയ്യാം. സാമ്പാറിൻ്റെ ഉള്ളിലല്ല, ഇതും കൊണ്ട് ചമ്മന്തി അരയ്ക്കാൻ പറ്റും. അത് ഞാനൊരു ദിവസം വീഡിയോ എടുക്കാം കേട്ടോ. ഇതും കൊണ്ട് ചമ്മന്തി അരയ്ക്കും. ഇവർക്കത് ഇഷ്ടമല്ല പറഞ്ഞിട്ട്. ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടാവും പറഞ്ഞിട്ടാ. ഇപ്പോൾ
ഓരോരുത്തർക്ക് നമുക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുന്നതില്ലേ, ചിലവർക്ക് അത് ഭയങ്കര ടേസ്റ്റായി തോന്നും. അതൊക്കെ തോന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് നമുക്കൊരു ചമ്മന്തി അല്ല, വെറും ഉള്ളി കടിച്ചു കൂട്ടിയിട്ടാണെന്ന് വെച്ചാലും ആ ചോറിന് ഭയങ്കര ഒരു സ്വാദുണ്ടാവും. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല പറയുന്നത് എന്താണെന്നറിയോ, എല്ലാതും കിട്ടും കൊണ്ടാണ്. അതുകൊണ്ടൊന്നുമല്ല, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് എത്ര വശത്താലും ഞാൻ ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല. അതിപ്പോൾ ഒന്നുമില്ലെങ്കിലും ഇത് മാത്രമല്ല പറഞ്ഞത്, ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് കഴിക്കും. വെറും ചോറുണ്ടെന്നാ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അതിപ്പോൾ അതുകൊണ്ട് ഇതിനെ വൈരാഗ്യം ഉണ്ടായിട്ടൊന്നല്ല. അല്ലാതെ അപ്പോൾ ഇതിനെങ്കിലും എടുത്ത് എന്ത് വൈരാഗ്യം ഉണ്ടാവാനാണ്? അങ്ങനെയല്ലേ. അല്ല കുഞ്ഞുണ്ണിയേ, അതാണ് അത് അടുപ്പത്ത് കടന്ന് തിളയ്ക്കണോട്ടോ. അത് തിന്നാൻ പാടില്ല. അതൊക്കെ തിന്നാൻ പാടും, പക്ഷെ പച്ചക്ക് തിന്നാൻ പാടില്ല. നമ്മുടെ ഏകദേശം പണികൾ കുറേ കഴിഞ്ഞു കേട്ടോ. ഇനി തുണി തിരുമ്പാണ്ട്, പുളി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടേ തിരുമ്പോ വിചാരിച്ചിട്ട്. ഇനി എന്താണെന്നറിയോ, കഴിക്കൽ കഴിഞ്ഞിട്ട് രാവിലത്തെ കഴിക്കൽ കഴിയുമ്പോഴേക്കും കുളിച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെ ഇന്ന് എനിക്കൊരു സുഖമില്ലാത്ത പോലെ. എന്താണെന്നറിയോ, രാവിലെ കഞ്ഞി കുടിക്കുന്നത് ഒരു കഷ്ണം പുട്ട് കഴിച്ച് ഒരു വായ കഞ്ഞി കുടിക്കുക. ഞാൻ കുറച്ച് ദിവസമൊക്കെ നല്ല കുറയും ഇതൊക്കെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞു വല്ലാണ്ട് തടി കുറയ്ക്കണ്ട പറഞ്ഞപ്പോൾ പിന്നെയും ചോറിക്കായിട്ടുണ്ട്. ഇനി മാറേണ്ടി വരും തോന്നൂല ഏട്ടാ. ചെറുതായിട്ടൊന്നും കുറച്ച് കഞ്ഞി കുടിക്കുമ്പോഴേക്കൊന്നും ഒന്നും സംഭവിക്കില്ല. ശരിയാ അമ്മമ്മ. അതാ എന്താ ഇവിടെ തൊള്ളേ വിളി? അമ്മമ്മ വന്നു. അമ്മമ്മ വരുമ്പോ എന്താ ഒരു ഉഷാറ് മക്കളുടെ. ഞാൻ അടിക്കാൻ വരും. ബാടെ ട്രൗസർ ഇട്, പാപ്പ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മമ്മ. പാപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. ബാ, വൈകുന്നേരത്ത് നമുക്ക് പിന്നെയുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു കേക്ക് ഉണ്ടാക്കാൻ തന്നിട്ട് അവിടെ സമയം പോയിട്ട് എത്ര നേരമായി പറഞ്ഞിട്ടാ ലേട്ടാ സമയം പോയി. അപ്പോഴേക്ക് പിന്നെ അമ്മ വന്നിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ കുറെ സമയം ലൈവില് ഇരിക്കേണ്ടി വന്നു. അപ്പാടെ നമ്മള് അതാ എവിടേക്കാണ് കൊണ്ട് കയ്യിൽ കൊണ്ടുപോകണം. അയ്യോ നമ്മള് ലൈവിലിരിക്കണ മാത്രല്ല ഏട്ടാ പ്രശ്നമായത്. എന്താണെന്നറിയോ, കൊറേ സമയം നമ്മുടെ പോയില്ലേ, വർത്താനം പറഞ്ഞിരുന്നിട്ട്. വർത്താനം പറഞ്ഞിട്ട് പോയി, കൊറേ സമയം അങ്ങനെ പോയി. പപ്പടം കൊണ്ടേക്കോ. അപ്പൊ പിന്നാലെ പിന്നെ എന്തുകൊണ്ട് നടക്കണ ദൈവേ, തല്ല നടക്കണ്ട പൊന്നു. ഏട്ടന് തല്ലണ്ടടാ. കിച്ചൊക്കെ ചോറെടുക്കാൻ പോണ പൊന്നു. ഇപ്പതാ ചെറിയൊരു കഴിക്കാൻ നിക്കണു. നമ്മളിതാ എന്താണ് അമ്മ വന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? അമ്മ വന്നിട്ടോ നമ്മള് എന്താ സ്പെഷ്യൽ ഒന്നുമില്ല. അമ്മയ്ക്കായിട്ട് സ്പെഷ്യൽ ഒന്നുമില്ല, അമ്മക്കായിട്ട് സ്പെഷ്യൽ ഇല്ല. ഇന്ന് മത്തൻ ഇതാ വഴുതനങ്ങപ്പേരി ഉണ്ടിരിക്കണോ. പറയണ്ട, ആരും ഒന്നും പറയരുത്. ഇതാ മത്തൻ കണ്ടില്ലേ, പച്ചമുളക് ഇട്ടിട്ട് ഇങ്ങനെ ഓലം വെക്കില്ലേ, ഇതുണ്ട് ഇട്ടിരിക്കണം. അതാ പിന്നെ ഇതൊക്കെ മതിന്ന്. മോരും ഉണ്ട്, കൊണ്ടാട്ടമുളക് ഉണ്ട്. അപ്പം ഞാൻ കുറച്ചേ ഇതാ ഉള്ളിയും തക്കാളിയും വാട്ടാന്ന് വിചാരിച്ചിട്ട്. അയ്യോ ഇതെന്താണ്, എന്താ ഇത് വാങ്ങിക്കോട്ടോ. അച്ചു അമ്മ അച്ചുട്ടിക്കൊന്ന് ചോറ് വാരി കൊടുക്കമ്മ. അച്ചുട്ടിക്ക് എന്താണ് ഉള്ളിയും തക്കാളിയോ? ശരി, അതായിട്ട് മതിയോ? അങ്ങനെ കുറച്ച്. പൊന്നോ, നീ ഏട്ടന് തല്ലാൻ വേണ്ടി കളിക്കരുത്. നോക്കി നോക്ക്. അയ്യോ കണ്ടോ, ചട്ടവും കൊണ്ട് തല്ല നടക്കണേ. അച്ഛക്ക് ചട്ട എന്താ? അച്ഛക്ക് ചട്ട എന്താ? വാങ്ങിക്കോ. ഇപ്പൊ സമയം 9:30 അച്ചുട്ടിക്ക് ചെറിയൊരു പനി വരുന്നുണ്ട്. എനിക്കാണെങ്കിലും മേല് മൊത്തം രണ്ടുപേർക്കും ഉണ്ട്. കടന്നു കഴിഞ്ഞാൽ പെടും. കടന്നോ ഉള്ളടുത്ത് കൈക്കൂട്ടിന്ന എന്താ വേണ്ട അവൾക്ക് എന്താ വേണ്ടി കൊടുക്കും. നാളെ സ്കൂളിലേക്ക് വേക്കിച്ചൊക്കെ പോയാൽ മതി.
പനിയാണെങ്കിൽ പോണ്ട. പനിയാണെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പോകണ്ട. വൈകുന്നേരത്തെ തിരക്കാണ്, പിന്നെ അമ്മമ്മ വന്നതിന്റെ തിരക്കുമാണ് അല്ലേ. ഇത്ര ബഹളം ഉണ്ടാവലില്ല. ഇന്നിപ്പോ എന്താ വെച്ചാ അമ്മ വന്നതിന്റെ സന്തോഷാണ്. കുഞ്ഞിനെ അമ്മമ്മ വാരി കൊടുത്താ മതി. എവിടെ ചോറ്? എവിടെ കുഞ്ഞിന്റെ ചോറ്? അച്ഛന് ചോറ് എവിടെ? എല്ലാവർക്കും തണുത്തിട്ടേ ചോറ് തണുത്തക്കണു കേട്ടോ. ചോറ് തണുത്തക്കണേ. അമ്മയ്ക്ക് ചൂടുള്ള ചോറ് വേണം. അമ്മയ്ക്ക് ഞാൻ ചൂടാക്കി തരാം. അമ്മ ചൂടില്ലാതെ കഴിക്കില്ല കേട്ടോ. അവർക്ക് എനിക്കും അങ്ങനെ ഒരു ശീലമായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഉച്ചയ്ക്ക് ചോറ്, ഞാൻ ഇന്നെന്താണെന്നറിയാമോ പുട്ട് തോനുണ്ടാക്കി വെച്ചു. ഉച്ചയ്ക്കൊക്കെ പുട്ട് വെച്ചിട്ട്. ആ അതിനതാ വാടട്ടെ. ഇതിലെണ്ണ ഒഴിച്ചോ? എവിടെ എണ്ണ ഒഴിച്ചിക്കണ്? എവിടെ ചമ്മന്തി? അല്ല ഞാനും വിചാരിച്ചു ഉള്ളിച്ചോറാടാ. ഉള്ളിയാണതേ. അതില് അമ്മ നെയ്റ്റിട്ടുള്ളിന്നാലേ. അമ്മ മലയ്ക്ക് പോയ വിശേഷങ്ങൾ പറയമ്മ. കൂമ്പ് കൂമ്പ് അത് 2 പുഴുങ്ങി അടി ഉണ്ടാക്കുമോ വിചാരിച്ചു. നിങ്ങൾക്ക് പുഴുങ്ങി തരോ? ദൈവേ ഇത് കളയണ്ട. അത് പുഴുങ്ങിട്ട് അതിന് കൊടുത്തളാ. എന്നാ പുഴുങ്ങി തരാം. വേണ്ട. എന്തേ? ഞങ്ങളൊക്കെ തിന്നേ. ഞങ്ങള് 3 പ്രാവശ്യം കഴിച്ചു. തോന കിട്ടിയോ? ആ ഞങ്ങളിവിടെ കളച്ചുണ്ടാക്കി. കൂമ്പുമടയിൽ ഉണ്ടാക്കിയിട്ട് കിട്ടി. അത് അന്ന് ഞാൻ വന്നപ്പോ പറിച്ചല്ലേ അത്. അമ്മ പറിച്ചല്ലോ അല്ലേ. അല്ലാതെ ഞങ്ങൾ പിന്നെ കടയിൽ നിന്ന് 2 പ്രാവശ്യം വേറെ വാങ്ങിക്കൊണ്ടുവന്നു. ഇത് നല്ല മൂപ്പുണ്ട് അല്ലേ. വേവിച്ച് വെച്ചലാ. അത് വേവിച്ചിട്ട് തിന്നോളൂ. അത് ഞാൻ ഉച്ചക്കില്ലേ അങ്ങനെ അങ്ങോട്ട് കടന്നോക്കണം. മേലും കൈ മേടിച്ചിട്ട്. അത് ഈ തണുപ്പും ഇതൊക്കെ പാടെയാണ് മേലുവേദന വരുന്നതേ. തണുപ്പ് കൂടുമ്പോ തന്നെ ശരീരത്തിന് വേദന. ഒന്നാമത് ഉറക്കം ശരിയാവില്ലല്ലോ ഇപ്പൊ. ഒക്കെ പാടായിട്ട് എന്റെ കൈ നല്ല ചൂടാണ്. പപ്പട ഒരാൾക്ക് പപ്പടം വേണ്ട. ഒരാൾക്ക് ഇതില് അച്ചൂരും കൂടി ചോറ് എടുത്തോ? അതൊന്നും എടുത്തോളി. ചെമ്പൊന്നും എടുത്തോളി. കണ്ടോ അവന് ഇവിടെ അമ്മ വരുമ്പല്ലേ അവന് അമ്മ എന്നെ വാരി കൊടുക്കണം കേട്ടോ. എരിവ് കൂട്ടോ? കൂട്ടോ? ആ എരിവൊക്കെ കൂട്ടൂല്ലേ. ഇതെന്ത് സാമിക്കോ? എന്ത് സാമിക്കാടാ അമ്മോ? അപ്പൊ അത് കൂട്ടി കഴിച്ചാ പോരാ. ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത്. ഇത്തിരി വെള്ളം ചൂടാക്കുമ്പോ ചോറിനെ. വേണം. അമ്മോ എന്നാ കുഞ്ഞണ്ണി ചോറ് വേണ്ടേ? ഇരുന്നിട്ട് കഴിക്കും മക്കളെ. പിന്നെ ചോറിന് കഴിക്കല്ലേ. ചോറ് പണ്ടെങ്കിൽ ചോറിന് ഈ പപ്പടം വായലേക്ക് എന്തെങ്കിലും കാട്ടി തന്നെ അങ്ങോട്ട് അല്ലേ. ചോറ് കഞ്ഞി ചൂടുള്ള കഞ്ഞിയുടെ എടുത്താൽ മതിമാ. ചൂടുള്ള കഞ്ഞി ഇത്തിരി കഞ്ഞിയുടെ വെള്ളം ചൂടാക്ക്. ഏട്ടാ വീഡിയോ ഇഷ്ടമായതാ. ഞങ്ങൾ കഴിക്കട്ടെ. ഇനി ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ അടിച്ചൊരു വീതിരെയൊക്കെ തുടച്ച് അവിടെ അങ്ങനെ കിടക്കും. അവിടെ ഇല്ല കേട്ടോ, നമ്മുടെ റൂമിൽ കിടക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. മലയ്ക്ക് പോയതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ മലയിൽ പോയി അയ്യപ്പനെ കണ്ടു, തൊഴുതു പോന്നു. 18 പടി 18 പടിയും ചവിട്ടി കയറി. അതിനുള്ളൊരു ഭാഗ്യം കിട്ടി. മറ്റേത് തിരക്കായാലും അങ്ങനെ കഴിഞ്ഞാലൊന്നും അങ്ങനെ ചവിട്ടിക്കയറാൻ പറ്റിയില്ല. അതെ. അപ്പോൾ ഇപ്രാവശ്യം അതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടി. എല്ലാം കൊണ്ടും അല്ലേ സുഖമായിട്ട് പോയി വന്നു. ഇനിയും പോണമെന്നൊക്കെ ഉണ്ട്, ദൈവം സഹായിക്കുകയാണെങ്കിൽ. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്താ എല്ലാവരും കുഴപ്പമില്ലാതെ പോണു, സുഖമായിരിക്കണു അല്ലേ. ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ട് വീട്ടിൽ. വീട് കണ്ടപ്പോൾ എന്താ തോന്നിയത്? അത് ചോദിച്ചില്ല, അതാണ് ചോദിക്കുന്നത്. നമ്മുടെ പുതിയ വീട് കണ്ടപ്പോൾ പുതിയ വീട് സുന്ദരിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത്ര തന്നെ. ബാക്കിയുള്ള കഴിഞ്ഞപ്പോൾ പണി തീരാത്ത വീട് പോലെ ഇനിയും കുറേ പണികളതിൽ കിടക്കല്ലേ. പണി തീർന്ന് മുളയിൽ അല്ലേ എല്ലാ പണിയും തീരണം. എന്നാലും ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ? ഇതിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്ര പടാൻ പാടും. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതാണ് അമ്മ എന്തെങ്കിലും പറയുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത് കേട്ടോ. കാരണം മതിൽ മാത്രം നമ്മൾ വിചാരിച്ചിട്ടില്ല, വിചാരിക്കാത്ത കാര്യം ദൈവം നമുക്ക് നടത്തി തന്നു പറയില്ലേ. ഇപ്പോൾ ചിലവരിങ്ങനെ പറയുന്നേ എന്താണെന്നറിയോ, പ്രസി മതിലിന്റെ പണി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലം പണി എന്തെങ്കിലും ചെയ്യാമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ മതിൽ ചെയ്തില്ലെങ്കിൽ വണ്ടി വന്ന് എന്ത് കിട്ടും? ഉമ്മർത്തിക്കാട് മറിയും. ഇനി അവിടെ രണ്ടുപേരും കൂടി പൊക്കണം ശരിക്ക്. അതെ. ആ
കനാലിൻ്റെ അല്ലേ അരിക്. ചിലപ്പോൾ വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു വന്നാലേ എന്ത് ചെയ്യും? അതിനില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയോ, ഇങ്ങനെ കമ്പിക്കാല് പോലത്തെ കല്ലില്ലേ അത് കുത്തി കൊടുക്കണം വളായി കൂടെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലാതെ പറ്റില്ല കുട്ടി. ഈ എന്താ ഈ പറയുന്നത്? എനിക്ക് അങ്ങനെയൊന്നും പോയില്ല ശരിക്കും. അതൊക്കെ പോയി.